Hi dear students, I'm Dr. Mashur. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചാണ്. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അലീലിക് വേരിയേഷൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഈ അലീലിക് വേരിയേഷൻസ് ഉണ്ടാവുമ്പോൾ ചില ഇൻഹെറിറ്റൻസ് പാറ്റേൺസ് ഓർഗാനിസത്തിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിലൊരു ഒരു പാറ്റേൺ എക്സാമ്പിൾ ആയിരുന്നു എന്ത്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു അലീലിക് വേരിയേഷൻ വഴി ഉണ്ടാവുന്നതാണ് ഒരു പാറ്റേൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ കൂടുതലായിട്ട് അലീലിക് പാറ്റേണിനെ പറ്റി ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറ്റി സംസാരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് മെന്റലിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ പറഞ്ഞ സമയത്ത് അവിടെ മെന്റൽ എന്ത് ചെയ്യുന്നുണ്ട്, പീ പ്ലാന്റ്സിൽ പഠനത്തിന് വേണ്ടി തന്നെ മെയിൻ ആയിട്ട് 7 ക്യാരക്ടേഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്, ഈ 7 ക്യാരക്ടേഴ്സ് എന്താണ്, ക്ലിയർ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ്. കാരണം കൃത്യമായ വൈരുദ്ധ്യങ്ങൾ കാണിക്കുന്ന ട്രേറ്റ്സ് ആണ് എന്ത്, ഈ ട്രേറ്റ്സ്, ഈ ക്യാരക്ടേഴ്സ്. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് മെന്റല് 7 ക്യാരക്ടേഴ്സിനെ 7 ട്രേറ്റ്സ് എന്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ മറ്റൊരു കാര്യം മനസ്സിലാക്കിയിരുന്നു, മറ്റ് പല ട്രേറ്റ്സും എന്തല്ല കൃത്യമായിട്ട് അതിന്റെ ഡോമിനൻസ് എക്സിബിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ 7 ക്യാരക്ടേഴ്സ് എന്തായിരുന്നു, കൃത്യമായിട്ട് ഡോമിനൻസ് എക്സിബിറ്റ് ചെയ്യുന്നതായിരുന്നു. പക്ഷെ മറ്റു പല ക്യാരക്ടേഴ്സും എന്തല്ല കൃത്യമായിട്ട് എന്ത് ചെയ്യില്ല, ഡോമിനൻസ് എക്സിബിറ്റ് ചെയ്യുന്നില്ല എന്ന് എന്ത് ചെയ്തു, മെന്റല് നോട്ട് ചെയ്തിരുന്നു. അങ്ങനെ അത് അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് അദ്ദേഹം നോട്ട് ചെയ്തത്, അതായത് ചില ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഡോമിനൻസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്തു, കാണിക്കുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്തു, അദ്ദേഹം പ്രൂവ് ചെയ്തു. അതായത് ചോദിച്ചാല് ഒരു 2 പ്ലാന്റ്, അതായത് ഏർലി ഫ്ലവറിംഗ് പ്ലാന്റും ഒരു ലേറ്റ് ഫ്ലവറിംഗ്, അതായത് നേരത്തെ എന്താണ് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റും അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റും തമ്മിൽ എന്ത് ചെയ്തു, അദ്ദേഹം ക്രോസ് ചെയ്തപ്പോ എന്ത് ചെയ്തു, അതില് കിട്ടിയ പ്രോജനി എന്തായിരുന്നു, രണ്ടിന്റെയും ഇടക്കുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് കിട്ടിയത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് പാരന്റ് എന്താണ്, 15 ഡേയ്സ് എന്ത് ചെയ്യും, ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്, അത് ഏർലി ആണ്. രണ്ടാമത്തെ പാരന്റ് എന്താണ്, 25 ഡേയ്സിലാണ് അത് ഫ്ലവർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്ലാന്റ് 15 ഡേയ്സിലാണ്, സെക്കൻഡ് പ്ലാന്റ് എന്താണ് 25 ഡേയ്സ് എന്ത് ചെയ്യും, ഫ്ലവർ ചെയ്യും. മെന്റൽ എന്ത് ചെയ്തു, ഇതിന് രണ്ടും കൂടെ എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. എക്സാമ്പിൾ ആണ് പറയുന്നത്. മെന്റൽ എന്ത് ചെയ്തു, ഇവിടെ ഇത് ക്രോസ് ചെയ്തപ്പോ എന്ത് കിട്ടി, അവർക്ക് കിട്ടിയ പ്ലാന്റ് എന്താണ്, 20 ഡേയ്സിൽ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റിന് അവർക്ക് എന്ത് ചെയ്ത് F1 കിട്ടിയത്, 20 ഡേയ്സിൽ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് എന്നല്ല അവർക്ക് എന്ത് ചെയ്തുള്ളത്, മെന്റലിന് കിട്ടിയത്. ദാറ്റ് മീൻസ് എന്താണ്, ഇവിടെ എന്തായില്ല, പാരന്റ് 1 എന്തായില്ല, ഡോമിനന്റ് ആയില്ല, അതുപോലെ പാരന്റ് 2 എന്തായില്ല, ഡോമിനന്റ് ആയില്ല. അതിന്റെ ഇടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് ഫോം ആണ് എന്ത് ചെയ്ത് വന്നത്. ഇതിനെയാണ് എന്ത് വിളിച്ച്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വിളിച്ച് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വിളിച്ച്. പിന്നെ മറ്റൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, എഗ് പ്ലാന്റ് കേസ്. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചലിന്റെ കേസിൽ, ബ്രിഞ്ചലിൽ ഇവിടെ എന്ത് ചെയ്തു, ഒരു പർപ്പിൾ ഫ്രൂട്ട് കിട്ടുന്ന ബ്രിഞ്ചലിനെയും അതുപോലെ തന്നെ വൈറ്റ് ഫ്രൂട്ട് കിട്ടുന്ന ബ്രിഞ്ചലിനെയും കൂടി ക്രോസ് ചെയ്തപ്പോ എന്ത് കിട്ടി, ഇവിടെ കിട്ടിയത് വയലറ്റ് ഫ്രൂട്ടാ കിട്ടിയത്. രണ്ടും എന്താണ്, വയലറ്റ് ഫ്രൂട്ട് കിട്ടുന്ന പ്ലാന്റ് ആണ് കിട്ടിയത്. ശരിക്കും എന്തായാലും വരുന്നത്, ഡോമിനന്റ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ എന്ത് ചെയ്യും, പർപ്പിൾ ഫ്രൂട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വൈറ്റ് ഫ്രൂട്ടോ വരണം. അതിന് പകരം എന്ത് ചെയ്തു, രണ്ടും വന്നില്ല, രണ്ടിന്റെ ഇടയ്ക്കുള്ള എന്ത് വന്നു, ഒരു വയലറ്റ് ഫ്രൂട്ട് ആണ് കിട്ടിയ. അപ്പൊ ഇതിനെന്ത് വിളിക്കുന്നത്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് നെയ്തർ allele is completely dominant resulting in an intermediate phenotype in the heterozygote. അതായത് എന്തില്ല, ഒരു അലീലും എന്തില്ല ഡോമിനന്റ് ആവില്ല, അതിന് പകരം എന്ത് ചെയ്യും, രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഒരു ക്യാരക്ടർ എന്ത് ചെയ്യും, ഇന്റർമീഡിയറ്റ് ഉള്ള എന്ത് ചെയ്യും, ക്യാരക്ടർ എന്ത് ചെയ്യും, ഹെറ്ററോസൈഗോട്ട് കാണിക്കും. ഇതിന് അതായത് 2 അലീലും കംപ്ലീറ്റ് ആയിട്ട് ഡോമിനന്റ് ചെയ്യില്ല, അതിന് പകരം എന്ത് ചെയ്യും, രണ്ടിന്റെയും ഇടയ്ക്കുള്ളൊരു ഫീനോടൈപ്പ് ആയിരിക്കും എന്താവുക, ഫോം ചെയ്യാം. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വിളിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്തായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ് മൈ ക്ലാസ്.